തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുക മെറ്റൽ സീൽ മുതൽ തീപ്പെട്ടി വരെയുള്ള 113 ഇനങ്ങളാണ്. ഒന്നൊഴിയാതെ അനിവാര്യമായ പോളിംഗ് സാമഗ്രികളാണ് വോട്ടിംഗ് പ്രക്രിയ സുഗമവും സുതാര്യവുമാക്കുന്നത്. അതത് ബ്ലോക്ക് കോർപ്പറേഷൻ വരണാധികാരികൾക്കും ഉപവരണാധികാരികൾക്കും സാമഗ്രികൾ കൈമാറി. ഇവ ഇന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. തീപ്പെട്ടി മുതൽ മെമ്മറി മൊഡ്യൂൾ വരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് നൽകുന്നത് 113 സാമഗ്രികളാണ്. വോട്ടർമാരുടെ എണ്ണവും വിവരവും അടങ്ങിയ 21 ഫോമുകൾ, യന്ത്രങ്ങളുടെ മുദ്രണത്തിന് ഉപയോഗിക്കുന്ന വെള്ളച്ചരട്, തപാൽ വോട്ടർമാരുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച മാർക്ക്ഡ് വോട്ടർ പട്ടിക, വോട്ടർ പട്ടികയിൽ അടയാളം ചെയ്യാൻ ചുവന്ന മഷിയുടെ പേന തുടങ്ങി ചെറുതും വലുതുമായ വസ്തുക്കളുണ്ട്. വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചാൽ വിവരങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഡിറ്റാച്ചബിൾ മെമ്മറി മോഡ്യൂൾ, പോളിംഗ് ബൂത്തിൽ വൈദ്യുതി തടസ്സം നേരിട്ടാൽ ഉപയോഗിക്കാനുള്ള മെഴുകുതിരിയും തീപ്പെട്ടിയും വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ത്രിതല പഞ്ചായത്തുകൾക്കും വ്യത്യസ്ത നിറത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ബാലറ്റ് ലേബലുകൾ, വെള്ള നിറത്തിലുള്ള ബാലറ്റുകൾ ഗ്രാമപഞ്ചായത്തിനും നീല നിറത്തിലുള്ളവ ജില്ലാ പഞ്ചായത്തിനും പിങ്ക് നിറത്തിലുള്ള ബാലറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തിനുമാണ്. ഉത്തരവുകൾ, നോട്ടീസുകൾ എന്നിവയിൽ മുദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന റബ്ബർ സീലുകൾ എന്നിവയും കൂട്ടത്തിലുണ്ട്. ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിങ്ക് പേപ്പർ സീല്, സിവിൽ സ്റ്റേഷനിലെ ഇലക്ഷൻ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന പോളിംഗ് സാമഗ്രികളാണ് വരണാധികാരികൾക്ക് കൈമാറിയത്. ഇവ ഇന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. സംസ്ഥാനത്ത് റൂറൽ മേഖലയിലായി 12,648ഉം അർബൻ മേഖലകളിൽ 2,784 ഉൾപ്പെടെ 15,432 പോളിംഗ് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടമുള്ളത്. ജനം, തിരുവനന്തപുരം.